നമസ്തേ, എൻ്റെ പേര് നന്ദ വിജീഷ്. ഞാൻ ഗ്രേഡ് 5 പഠിക്കുന്ന ശർവാണി വിജീഷിൻ്റെ അമ്മയാണ്. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുമായിട്ടൊരു കഥ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. പണ്ടൊരു കാട്ടിൽ ഒരു കാട്ടാളൻ താമസിച്ചിരുന്നു. രത്നാകരൻ എന്നായിരുന്നു ആ കാട്ടാളൻ്റെ പേര്. രത്നാകരൻ്റെ കാട്ടിൽ 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാട്ടുപാത ഉണ്ടായിരുന്നു. അതുവഴി പോകുന്ന ആളുകളെ എല്ലാം ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ അപഹരിക്കുക എന്നതായിരുന്നു രത്നാകരൻ്റെ ജോലി. അങ്ങനെ ഇരിക്കെ ആ കാട്ടിലൂടെ ഒരു ദിവസം സപ്തർഷികൾ വന്നു. പതിവ് പോലെ തന്നെ രത്നാകരൻ സപ്തർഷികളുടെ മുന്നിലെത്തി അവരെ ഭീഷണിപ്പെടുത്തി. കയ്യിലുള്ളതെല്ലാം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സപ്തർഷികൾ പറഞ്ഞു, ഞങ്ങൾ കയ്യിലുള്ളതെല്ലാം തരാം, പക്ഷെ നീ ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം നൽകണം. രത്നാകരൻ സമ്മതിച്ചു. ഒരു ചോദ്യമല്ലേ, ഉത്തരം കൊടുക്കാൻ എന്താ ഇപ്പം ഇത്ര പ്രയാസം? അപ്പോൾ അവർ അവനോട് ചോദിച്ചു, ആർക്കു വേണ്ടിയാണ് നീ പിടിച്ചുപറി നടത്തുന്നത്? ലവലേശം സംശയമില്ലാതെ രത്നാകരൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിനു വേണ്ടി. ഇത് കേട്ട് വളരെ ശാന്തതയോടെ സപ്തർഷികൾ ചോദിച്ചു, ഓഹോ, അപ്പോൾ സാധുജനങ്ങളെ ഉപദ്രവിച്ച് നീ നേടുന്ന വസ്തുക്കളൊക്കെ നിന്റെ കുടുംബം അനുഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലവും അവർ അനുഭവിക്കുമായിരിക്കും അല്ലേ? പിന്നെന്താ, അതിനൊരു സംശയവുമില്ല. എൻ്റെ കുടുംബം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. വളരെ ഉറപ്പോടുകൂടി രത്നാകരൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സപ്തർഷികൾ പറഞ്ഞു, എന്തിനും ഒരു ഉറപ്പ് വേണമല്ലോ. നീ അവരോട് പോയി, ഞാൻ പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്ന അതിൻ്റെ പങ്ക് നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ എൻ്റെ പാപത്തിൻ്റെ ഫലവും നിങ്ങൾ അനുഭവിക്കുമോ എന്ന് ഒന്ന് ചോദിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ രത്നാകരൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു, ഇതിപ്പോൾ ചോദിക്കാനൊന്നുമില്ല, അവർ എന്നും എന്നോടൊപ്പം ഉണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതവരോട് ചോദിച്ചിട്ട് വരാം. ഇത് പറഞ്ഞ രത്നാകരൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ രത്നാകരൻ ഭാര്യയോടും മക്കളോടുമായി മഹർഷികൾ ചോദിച്ച ചോദ്യം പറഞ്ഞു. ഉടനടി അവർ മറുപടി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഞങ്ങളെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ കർത്തവ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇത് കേട്ട് ദുഃഖിതനായ രത്നാകരൻ തിരികെ മഹർഷികളുടെ അടുത്തേക്ക് പോയി. മഹർഷികളുടെ പാദങ്ങളിൽ വീണ് ഞാൻ ഇത്രയും കാലം ചെയ്ത പാപങ്ങൾ പരിഹരിക്കുവാനുള്ള ഉപായം പറഞ്ഞു തരണമെന്ന് അവരോട് അപേക്ഷിച്ചു. രത്നാകരൻ്റെ മനസ്സിലെ ആത്മാർത്ഥമായ പശ്ചാത്താപം തിരിച്ചറിഞ്ഞ മഹർഷികൾ രത്നാകരന് രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. സപ്തർഷികൾ പറഞ്ഞതുപോലെ കാട്ടിലിരുന്ന് കണ്ണും പൂട്ടി രത്നാകരൻ രാമമന്ത്രം ജപിക്കുവാൻ തുടങ്ങി. ആ ജപം ഒരു തപസ്സിലേക്ക് മാറി. തപസ്സിൻ്റെ തീവ്രതയിൽ ലോകത്തെയും തന്നെയും മറന്ന് വർഷങ്ങളോളം തപസ് തുടർന്ന അദ്ദേഹത്തിന് ചുറ്റും ചിതൽപുറ്റ് രൂപപ്പെട്ടു. വർഷങ്ങൾ നീണ്ട തപസ്സിന് ശേഷം ചിതൽപുറ്റിൽ നിന്ന് പുറത്തു വന്ന രത്നാകരൻ ഒരു ബ്രഹ്മർഷിയായി തീർന്നിരുന്നു. ചിതൽപുറ്റിന് സംസ്കൃതത്തിൽ വൽമീകം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹം വാൽമീകി എന്ന് അറിയപ്പെട്ടു.
തൻ്റെ കഠിനമായ തപസ്സിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും ക്രൂരനായ കാട്ടാളനായിരുന്ന രത്നാകരൻ ലോകം വണങ്ങുന്ന മഹർഷിയായി മാറി. അദ്ദേഹമാണ് പ്രശസ്തമായ രാമായണം രചിച്ചത്. നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിലൊരു ഗുണപാഠമുണ്ട്. എന്താണ് ആ ഗുണപാഠം? ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം എത്ര വലുതും ആവട്ടെ, അത് നേടിയെടുക്കാൻ കഠിനമായ പരിശ്രമവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായും നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും നല്ലതും ചീത്തയുമായ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക. നല്ല ചിന്തകളോടെ ജീവിക്കുക. നന്ദി, നമസ്കാരം.